ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ഈ ഒരു വാക്ക് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരണം, ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എന്ന് പറഞ്ഞാൽ മനോവികാസത്തിൻ്റെ മാർഗമാണ് ഭഗവത്ഗീതയെന്ന്. മനസ്സിനെ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മാർഗദീപം. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ആധുനിക ശാസ്ത്രവുമായി കൂട്ടിച്ചേർക്കുക. യൂണിവേഴ്സ് എക്സ്പാൻഡ്, ഈ പ്രപഞ്ചം വികസിക്കുകയാണ് എന്ന് പറയുമ്പോൾ മനസ്സും വികസിക്കേണ്ടതല്ലേ? അപ്പോഴാണ് ചോദ്യം, മനസ്സ് വികസിക്കുകയാണോ സങ്കോചിക്കുകയാണോ? നമ്മുടെ പൂർവികന്മാർക്കത് മനസ്സിലായിരുന്നു. എത്രമാത്രം സ്വാർത്ഥനിഷ്ഠമാണ് ജീവിതം, അത്രമാത്രം അത് സങ്കോചിക്കും. എൻ്റെ സുഖം, എൻ്റെ ലോകം, എൻ്റെ താല്പര്യം, എൻ്റെ ഇഷ്ടങ്ങൾ, മനസ്സ് ചുരുങ്ങി ചുരുങ്ങി വരും. എന്നാൽ അല്പമെങ്കിലും നമ്മുടെ മനസ്സിനൊരു വികാസമുണ്ടെങ്കിൽ സാധനാനുഷ്ഠാനങ്ങളിലൂടെയും സേവനത്തിലൂടെയും അപ്പം അതിന് നമ്മൾ ചില എഫേർട്ടുകൾ, പ്രയത്നങ്ങൾ, പരിശീലനങ്ങൾ ആവശ്യമാണ്. അപ്പം അതിന് നമുക്ക് മാർഗം ഇന്ന് പറഞ്ഞു തരാൻ ആരുമില്ല. കാരണം നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ എടുത്തത് മുഴുവൻ സങ്കോചത്തിൻ്റെ വഴിയിലേക്കാണ്. നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, നിങ്ങളുടെ ലോകം മാത്രം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാത്രം, നിങ്ങളും ഇതിങ്ങനെ പറഞ്ഞു എൻ്റെ സുഖം, എൻ്റെ സുഖം. ഇത് വളർന്നു വലുതാകുമ്പോൾ എൻ്റെ സുഖങ്ങൾക്കാരെങ്കിലും വിഘ്നം സൃഷ്ടിക്കുമ്പോൾ ഭാര്യയായാലും അവൻ കൊല്ലും, കുഞ്ഞുങ്ങളായാലും അവൻ കൊല്ലും, സുഹൃത്തുക്കളായാലും അവൻ നശിപ്പിക്കും. അപ്പം ഈ സ്വന്തം സുഖത്തിന് വേണ്ടി മനുഷ്യൻ ഏത് ക്രൂരതയ്ക്കും അക്രമത്തിനും കാരണമാവും. ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ വിദ്യാഭ്യാസം ഈ തെറ്റായൊരു വഴിക്ക് മനുഷ്യനെ നയിച്ചു. അവിടെയാണ് ഗീത നമുക്ക് ഡയറക്ഷൻ മാറ്റി പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താ വേണ്ടത്? സന്തോഷം, സുഖം, സംതൃപ്തി, ധൈര്യം. ഇതൊക്കെ എപ്പോഴാണ് കിട്ടുന്നത്? ഇത് അവനവൻ്റെ സ്വാർത്ഥ സുഖത്തേക്കാൾ വലിയ സുഖം. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കൂടി പരിഗണിക്കണം, അംഗീകരിക്കണം. ഇന്നത് പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയും, ഇപ്പം ഏത് പ്രസ്ഥാനത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പറയും, അവനവൻ്റെ സ്വാർത്ഥത പാടില്ല, അവനവൻ്റെ പ്രസ്ഥാനത്തെ നോക്കണമെന്ന്. പ്രസ്ഥാനത്തിന് വിരുദ്ധമായി വല്ലതും ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുന്നൊക്കെ കാണുന്നില്ലേ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ആക്രോശിക്കുന്നത്? പാർട്ടിക്ക് വിരുദ്ധമായി വല്ലതും ചെയ്താൽ, അപ്പോൾ അവിടെ പാർട്ടി എന്നതാണ്, വ്യക്തിയല്ല പാർട്ടി. വ്യക്തിയേക്കാളും അവിടെ പരിഗണന പാർട്ടിക്കാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുജനങ്ങൾ, പാർട്ടിയിലുള്ള ആളുകൾ. അല്ലാതെ പാർട്ടി എന്ന് പറഞ്ഞാൽ കൊടിയോ അല്ലെങ്കിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് കവുങ്ങിൻ്റെ പോസ്റ്റോ അല്ലല്ലോ. ഒരു കൂട്ടം ആളുകൾ, ആ പ്രസ്ഥാനത്തെ ആശയത്തെ വിശ്വസിക്കുന്ന ആളുകൾ. അപ്പം അവർക്ക് ഒരാശയമുണ്ട്, ആ ആശയത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യരുതെന്നാണ്. അപ്പോൾ ഒരു സമഷ്ടിയെ ഉൾക്കൊള്ളാതെ, സമഷ്ടിക്ക് വേണ്ടി ജീവിക്കാതെ വ്യക്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നത് അപകടമാണെന്ന് ഈവൻ ഗീത പഠിക്കാതെ തന്നെ രാഷ്ട്രീയക്കാർക്കറിയാം. ഭാരത ഋഷിവര്യന്മാർ മനസ്സിലാക്കി, മനുഷ്യൻ അവൻ്റെ വ്യക്തിനിഷ്ഠമായി മാത്രം ഒതുങ്ങിയാൽ അവൻ ക്രൂരനും അക്രമകാരിയുമാണ്. അതാണ് പല മതങ്ങളും ഇന്ന് സർവനാശത്തിൻ്റെ വക്കിലേക്ക് പതുക്കെ എത്തിക്കൊണ്ടിരിക്കും. കാരണം സ്വാർത്ഥത പഠിപ്പിച്ചു അവരെ. നിനക്ക് സ്വർഗം, നിനക്ക് സ്വർഗം, നിനക്ക് സ്വർഗം, നീ ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് എന്ത് ക്രൂരതയും ചെയ്യുകയെന്ന്. അപ്പോൾ അവൻ്റെ സ്വർഗം പ്രതീക്ഷിച്ച് ക്രൂരത ചെയ്യാൻ തയ്യാറാവുകയാണ്. അവന് കിട്ടുന്ന സുഖത്തെയാണ് അവൻ നോക്കുന്നത്, സ്വർഗത്തിലെത്തിയാൽ കിട്ടുന്ന സുഖം. അപ്പം അവൻ ക്രൂരനാവും, അക്രമകാരിയും, ശരീരം മുഴുവൻ ബോംബ് കിട്ടിയവൻ ചാവേറാവൻ തയ്യാറാവും. കാരണം അവൻ്റെ സ്വാർത്ഥത അതാണ് അവനെ പ്രേരിപ്പിക്കുന്നത്. സ്വർഗമോ ഇല്ല, അവിടെ ഒരു വിഭവങ്ങളും ഇല്ല എന്ന് പറഞ്ഞാലോ ആര് ഈ ബോംബ് കെട്ടാൻ പോവും? ഇതൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത്. കാരണം അവൻ്റെ സ്വാർത്ഥത തൃപ്തിപ്പെടുത്തണം. ഭാരത ഋഷിവര്യന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു വലിയ സുഖം, ഭൂമാവൈ സുഖം എന്നാണ്. ഭൂമ എന്ന് പറഞ്ഞാൽ വിശാല ഹൃദയമുള്ളവർക്ക് സുഖം കൂടുതലാണ്. അപ്പം മനസ്സിനെ വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി സന്തോഷമുണ്ടാകുന്ന വിധത്തിൽ
നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക. അപ്പം അങ്ങനെ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളെ, പ്രവൃത്തിയെ നമുക്ക് കുറച്ചുകൂടിയും സമർപ്പണബോധത്തോടുകൂടി, ആത്മാർത്ഥതയോടെ, അലിഞ്ഞുകൊണ്ട്, ആ കാര്യത്തിൽ മുഴുകിക്കൊണ്ട് നാം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് വിശാലമാക്കും. ഇപ്പം മനസ്സ് മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് വ്യാപിപ്പിക്കുക, അവനവൻ്റെ സുഖത്തിലേക്ക് കൊണ്ടുപോകാതെ മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക്, എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കൂടി പരോപകാരത്തിന് വേണ്ടിയിട്ട് ഒന്ന് വിശാലത കാണിക്കുക. അതിനെ നമ്മൾ നിസ്വാർത്ഥത എന്ന് പറയും. അപ്പം സ്വാർത്ഥതയിൽ നിന്നും നിസ്വാർത്ഥതയിലേക്ക് മനുഷ്യൻ ഉയരുക. അങ്ങനെ നിസ്വാർത്ഥമായി ഉയരാൻ നമുക്ക് വഴി കാണിച്ചു തരണം, വഴി വേണം. എങ്ങനെയൊക്കെയാണ് നമ്മൾ നിസ്വാർത്ഥരാവുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തൻ്റെത് നോക്കരുത് എന്നല്ല. നമുക്ക് സുഖം കിട്ടാൻ നമുക്ക് പല വഴികളുണ്ട്. അതിലൊന്ന് സ്വാർത്ഥതയാണ്. മറ്റേത് അവനവൻ്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമാകുന്ന വിധത്തിൽ നാം ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. ഇപ്പം നോക്കൂ, നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അറിയില്ലേ, ഒരു ജോലിക്കാരൻ, ആ ജോലിക്കാരൻ അവനവൻ്റെ സുഖത്തിന് വേണ്ടി എങ്ങനെയോ ഒരു ചടങ്ങ് പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. അങ്ങനെ പോയാലും ശമ്പളം കിട്ടുമായിരിക്കാം. പക്ഷെ അത് ഒരു സ്ഥാപനത്തിന് നല്ലത് വരണം, ഒരു വ്യക്തി, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിക്ക് അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന അവർക്കതിൻ്റെ പുരോഗതി വേണം. ഇതുകൊണ്ട് കുറേ ആൾക്കാർക്ക് പ്രയോജനമുണ്ടാവണം, കാണുന്നവർക്കൊരു മനസ്സിൽ സന്തോഷം വേണം. ഇന്നിപ്പം നമ്മുടെ കൺസ്യൂമർ ലോകത്തിൽ അത് വളരെയധികം ഫീഡ്ബാക്കുകളും മറ്റുമൊക്കെ എടുക്കുന്നുണ്ടല്ലോ. കാരണം ഒരു കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആണോ? കാരണം കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷനാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്നത് ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. ഇതിനെയാണ് കൃഷ്ണൻ പറയുന്ന നിസ്വാർത്ഥത. 5000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണൻ പറഞ്ഞ ലോകത്തിലേക്കാണെന്ന് ബിസിനസ് വേൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കസ്റ്റമർ ഈസ് ദ ഫസ്റ്റ് വൺ. കസ്റ്റമറെ കെയർ ചെയ്യണം, കസ്റ്റമർ കെയർ സെൻറ്റർ, കസ്റ്റമറുടെ റിവ്യൂ നോക്കണം, കസ്റ്റമറുടെ ഫീഡ്ബാക്ക് നോക്കണം, കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ നോക്കണം. ഒക്കെ കസ്റ്റമർ സപ്പോർട്ടിങ് കാര്യങ്ങളായി മാറി. അപ്പം കസ്റ്റമർക്ക് കൂടുതൽ സൗകര്യങ്ങളുണ്ടാവുക എന്നുള്ളത് ഇന്ന് പറയുമ്പോൾ തൻ്റെ സുഖമല്ല മറ്റൊരാളുടെ സുഖമാണ് വലുതെന്ന്. ഇതുതന്നെയാണ് ഭാരത സംസ്കാരം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരന സുഖത്തിനായി വരണം. സത്യം പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം ചെറുപ്പത്തിലെ കുട്ടികളെ എങ്ങനെ മോൾഡ് ചെയ്തിരുന്നെങ്കിൽ ദിസ് വേൾഡ് വുഡ് ഹാവ് ബീൻ ബെസ്റ്റ്. മറ്റൊരാൾക്ക് സന്തോഷമുണ്ടാകുന്ന വിധത്തിൽ പെരുമാറാൻ, മറ്റൊരാൾക്ക് സന്തോഷമുണ്ടാകുന്ന വിധത്തിൽ സഹായം ചെയ്യാൻ, മറ്റൊരാൾക്ക് സന്തോഷമുണ്ടാകുന്ന വിധത്തിൽ സേവനങ്ങൾ ചെയ്യാൻ, അങ്ങനെ പരസ്പരം എല്ലാവരും ഒരു വിശാല മനസ്സുള്ളവരായി തീർന്നാൽ ഇതിനും അപ്പുറം ഒരു സ്വർഗമുണ്ടോ? ഇതല്ലേ സ്വർഗം. കാരണം സന്തോഷമുള്ളവരുടെ മണ്ണാണ് സ്വർഗം, സന്തോഷമുള്ളവരുടെ ലോകമാണ് സ്വർഗം. അതിനു പകരം സ്വാർത്ഥരെ സൃഷ്ടിച്ച് സ്വാർത്ഥ മനസ്സുള്ളവർ മുഴുവൻ അസ്വസ്ഥരായി, അസ്വസ്ഥര് മുഴുവൻ അക്രമകാരികളായി, അക്രമം മുഴുവൻ അരാജകത്വമായി, നാടിന് മുഴുവൻ അശാന്തി ഉണ്ടാക്കുന്ന സംസ്കാരത്തെ എന്നിട്ട് നാം പുരോഗതിയുടെ വിദ്യാഭ്യാസം, പുരോഗതിയുടെ പാത എന്ന് പറഞ്ഞാൽ ഇറ്റ് വോണ്ട് സൂട്ട്. കാരണം മൈൻഡ് ഡെവലപ്മെൻ്റ് ഇല്ല. മൈൻഡ് മുഴുവൻ വളരെ കൺഫൈൻ ചെയ്ത്, അത് വളരെ എന്താ പറയുക, അതിനെ മുഴുവൻ കോൺട്രാക്ട് ചെയ്ത് ഉള്ളിലേക്ക് വലിച്ച് ചുരുക്കി അത് മുഴുവൻ സ്വാർത്ഥമാക്കി തന്നെ എന്ത് ലോകത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വിശാലതയാണ്, മനോവിശാലതയാണ്, മനോവികാസമാണ്, മനസ്സിൻ്റെ ഡെവലപ്മെൻറ്റാണ്. ഇത് എപ്പോഴും നമ്മുടെ സമൂഹം മനസ്സിലാക്കണം. അപ്പം ആ മനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൃഷ്ണൻ ഒരുപാട് വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഗീത. അപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് 4-ാം അധ്യായത്തിലെ 30-ാം ശ്ലോകം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേ പേദേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷാം. അപരേ നിയതാഹാര. എനിക്ക് ഈ അപരേ എന്ന് കേൾക്കുമ്പോൾ വളരെ ഒരു വല്ലാത്തൊരു ഉൾപ്പുളകാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ ഇത്രമാത്രം ഓപ്പൺ മനസ്സുള്ളൊരു മഹാത്മാവാണെന്നുള്ളത് ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപരേ എന്ന് പറഞ്ഞാൽ മറ്റു ചിലർ എന്നർത്ഥം. അപ്പം ഭാരതത്തിൽ ഒരിക്കലും
ഒരു പാത മാത്രമേ ശരിയുള്ളൂ എന്നുള്ള റിജിഡായിട്ടുള്ള ഇതര മതങ്ങളിലൊക്കെ കാണുന്ന കുറേ ഏകാധിപത്യ പ്രവണതയുണ്ടല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വഴി മാത്രം ശരി എന്നുള്ള ചില ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സ്വേച്ഛാധിപത്യത്തിൻ്റെ അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ ക്രൂരതയുടെ വഴികൾ ഭാരതത്തിലില്ല. കാരണം മനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ അനവധി വഴികളുണ്ട്. ഏത് കാര്യത്തിനും നമുക്ക് ഭാരതത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ ഈ വഴിയിലൂടെ പോയാൽ മാത്രമേ നിങ്ങൾ ഇന്നടത്തെത്തുള്ളൂ എന്നുള്ള ഒരു തരത്തിലും ഒരു നാരോ മൈൻഡഡ് ആറ്റിറ്റ്യൂഡ് ഭാരതത്തിലില്ല. ഭാരതം എന്ന് പറയുന്നത് വളരെ ഭാ എന്ന വാക്കുകൊണ്ട് തന്നെ ഭാതി സർവശാസ്ത്രേഷു എന്നാണ്. ഭാവനാത്മകമാണ്, ഭാവമാണത്, അറിവാണത്, പ്രകാശമാണ്, സൂര്യപ്രകാശം അതിനെങ്ങനെ ഒരു ഭാഗത്തും അത് സ്പ്രെഡ് ചെയ്യാണ്. ഇതുപോലെയാണ് മനുഷ്യ മനസ്സിന് വികാസത്തിന് അനവധി വഴികളുണ്ട്. വളരെ നാരോ മൈൻഡഡായിട്ട്, വളരെ സങ്കുചിതരായിട്ട്, വളരെ റിജിഡായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, ഇതിലൂടെ മാത്രമേ നിങ്ങൾ പോവാം. അത്തരം സംസ്കാരങ്ങളൊന്നും അധിക കാലം നിൽക്കില്ല. ഏത് മഴ പെയ്താലും കുറേ ഈയാമ്പാറ്റകൾ പൊടിയാറുണ്ട്. ആ സമയത്ത് അതൊരാവേശമാണ്, എത്ര നേരം. എന്നാൽ ഈയാൻപാറ്റകൾ പൊടിയുമ്പോഴും മണ്ണ് അന്നും ഇന്നും അതുപോലെ ഇരിക്കും. ഈയാമ്പാറ്റകളെ കാണുമ്പോൾ മണ്ണിലൊരിക്കലും ആവേശം തോന്നാറില്ല. കാരണം മണ്ണിനറിയാം എത്രയോ ഈയാമ്പാറ്റകൾ വന്ന് എത്രയോ ഈയാമ്പാറ്റകൾ പോയി എന്നുള്ളത്. ഭാരതത്തിൻ്റെ സനാതന ധർമ്മം ഭൂമിയെപ്പോലെയാണ്. അതതിൻ്റെ ആർജവത്തിൽ അതങ്ങനെ താളാത്മകമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭാരത സംസ്കാരം ചിരപുരാതനമായി അതിൻ്റെ താളത്തിലങ്ങനെ നിരന്തരം നിലനിന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി, ഇത്ര വിശാലതയുള്ള ഒരു സംസ്കൃതി ഭാരതത്തിൽ മാത്രമുള്ളത് കൊണ്ടായിരിക്കാം 5000-ലധികം വർഷം പഴക്കമുള്ള ഈ സംസ്കൃതി ചോർന്നു പോവല്ല, വികസിക്കുകയാണ്. ഒരു തരത്തിലുള്ള നിബന്ധനകളും ക്രൂരതകളും ചട്ടക്കൂടുകളും ഇല്ലാതെ. ഇവിടെ കുട്ടികളെ അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കുന്നില്ല, ഇവിടെ ഭീഷണിപ്പെടുത്തുന്നില്ല, ഇവിടെ ഒരിക്കലും മതത്തിന് വേണ്ടി ബെൽറ്റ് കെട്ടി ചാവാൻ ആരും പോകുന്നില്ല, ഇവിടെ മതത്തിന് വേണ്ടി ആക്രോശിച്ചുകൊണ്ട് പാവം മനുഷ്യരെ ചുട്ടുകൊല്ലുന്നില്ല, മതത്തിൻ്റെ പേരിൽ ഒരക്രമവുമില്ല. വേണമെങ്കിൽ പഠിക്കാം, വേണമെങ്കിൽ നന്നാവാം, ഒക്കെ സ്വാതന്ത്ര്യമാണ്. ഭാരതത്തിൻ്റെ മഹത്വവും അതാണ്, ഈ വിശാലത. അതുകൊണ്ട് നോക്കൂ, ആരും ഒരു തരത്തിലും ഒരു കമ്പൽസറിയുമില്ലാതെ, ഒരു തരത്തിലുള്ള അഡമൻ്റായിട്ടുള്ള ഒരു ശക്തമായൊരു എന്താ പറയുക നേതൃത്വമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിബന്ധനകളോ ഇല്ലാതെ ഈ സംസ്കാരം നിലനിന്നിട്ടുണ്ടെങ്കിൽ പഠിക്കണ്ടേ കുട്ടികളെ ഹൗ ഇറ്റ് സർവൈവ്ഡ് എന്നുള്ളത്. ഇവിടെ മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം. ഇപ്പോൾ ഈജിപ്തിൽ പോയാൽ നിങ്ങൾക്ക് ഈജിപ്ഷ്യൻ സംസ്കാരം കാണാൻ പറ്റില്ല, ഇറാനിൽ പോയാൽ നിങ്ങൾക്ക് സൗരാഷ്ട്രീയൻ സംസ്കാരം കാണാൻ പറ്റില്ല, റോമിൽ പോയി കഴിഞ്ഞാൽ ഓൾഡസ്റ്റ് റോമൻ കൾച്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ പുസ്തകത്തിലൊക്കെ പഠിക്കും, മർച്ചൻ്റ് ഓഫ് വീനസ് എന്നൊക്കെ പഠിക്കാൻ തന്നെയുള്ളൂ. എന്നാൽ ഇന്നും നിങ്ങൾ കാശിയിൽ പോയി നോക്കൂ, ഗംഗയുടെ തീരത്തൂടെ നിന്ന് കടന്നുപോയി നോക്കൂ, കാശിയുടെ പ്രതാപം അന്നും ഇന്നും ഉജ്ജ്വലതയോടുകൂടി നിൽക്കുന്നത്. ഹരിദ്വാറിൽ പോയി നോക്കൂ, ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കൂ, വൃന്ദാവനത്തിലായാലും ശരി, ഹിമാലയത്തിലായാലും ശരി. എന്തേ ഒന്നും മങ്ങാത്തത്? എന്തേ അതിൻ്റെ തേജസ്സും ശക്തിയും വർദ്ധിച്ചു വരുന്നത്? വളരെ വിഷമം തോന്നുന്നു നമുക്ക് ഇന്ന് പാശ്ചാത്യ ലോകത്തിലേക്ക് നോക്കുമ്പോൾ. ജർമ്മനിയിലും അതുപോലെ തന്നെ നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലും നോക്കുമ്പോൾ പണ്ട് കാലത്ത് ക്രിസ്തീയ പ്രതാപമുള്ള കാലത്ത് പണിത കത്തീഡ്രലൊക്കെ ചർച്ചുകളൊക്കെ ഇന്ന് ടൂറിസം സെൻറ്ററുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആളുകളില്ല, അതിനെ നിലനിർത്തണമെങ്കിൽ പൈസയില്ല അവർക്ക്. ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഞാൻ യൂറോപ്പിലെ അനവധി ചർച്ചുകളിൽ കണ്ട ഒരു കാഴ്ച, ടിക്കറ്റ് എടുത്ത് കാണാൻ പോകുന്ന കുറേ ആളുകളുടെ ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറിയത് കാണുമ്പോൾ പുറമേ നിന്നുകൊണ്ട് ആലോചിക്കാറുണ്ട്, ഒരു കാലത്ത് പ്രതാപമുള്ള
വിശ്വാസികളുടെ മാത്രം കേന്ദ്രം ഇന്ന് പണത്തിന് വേണ്ടി ടൂറിസ്റ്റുകളുടെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേടിലേക്ക് എത്തിയതെന്താണ്? അതിനെന്താണ് കാരണം? മറ്റൊന്നുമല്ല, മതങ്ങളുടെ ചട്ടക്കൂടുകൾ തലമുറകൾ കുറേ കഴിഞ്ഞാൽ വിടും. കാരണം അവർക്ക് മനസ്സിലാവും, ജീവിതം മരണാനന്തരമല്ല ആസ്വദിക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോഴാണ്. അതിന് മനുഷ്യന് വികാസം അറിയണം. കാരണം യൂണിവേഴ്സ് എന്നും അത് വികസിക്കുകയാണ്. നാട് വികസിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ മനസ്സിലാക്കണ്ടേ മനസ്സും വികസിക്കണമെന്ന്? അവനെ സ്വാർത്ഥനാക്കിയിട്ട് നിങ്ങൾ എന്ത് വികാസമാണ് ഉണ്ടാക്കുന്നത്? മനസ്സ് വികസിപ്പിക്കാതെ നിങ്ങൾ അവൻ്റെ മനസ്സിനെ മുരടിപ്പിച്ച് മനസ്സിനെ അവനെ സ്വാർത്ഥതയിലേക്ക് കൊണ്ടുപോയാൽ അവൻ്റെ മനസ്സ് കുറേ കഴിഞ്ഞാൽ ക്രൂരവും ദുഷ്ടവും അല്ലെങ്കിൽ ദുഷ്ടത്തരവും ആയിക്കഴിഞ്ഞാൽ നിങ്ങളുണ്ടാക്കുന്ന കെട്ടിടങ്ങളെ ബോംബ് വെച്ച് അവനെ തകർക്കാൻ നിമിഷങ്ങളെ വേണ്ടൂ. ഇറാഖിലും അതുപോലെ സിറിയയിലും യമനിലും ഇപ്പോൾ നിങ്ങൾ ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും കാണുന്നില്ലേ ഈ ദുരന്തം? അഫ്ഗാനിസ്ഥാനിൽ കാണുന്നില്ലേ ദുരന്തം? പാകിസ്ഥാനിൽ കാണുന്നില്ലേ ഈ ദുരന്തം? എന്താ ഉണ്ടായത്? മനസ്സ് വികസിക്കാത്തവൻ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വർഗരാജ്യങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കുകയാണ്, തകർക്കുകയാണ്. നിങ്ങളുണ്ടാക്കുന്ന ഡെവലപ്മെൻ്റ് എല്ലാം നിമിഷങ്ങളെ കൊണ്ട് ചാരമാക്കാൻ പറ്റുന്ന ബോംബിംഗ് ലോകത്താണ് നാം ജീവിക്കുന്നതെന്ന് മറക്കരുത്. അപ്പം അതുകൊണ്ട് മനുഷ്യന് വേണ്ടത് മനോവികാസമാണെങ്കിൽ അവന് പല മാർഗങ്ങളും തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് സ്കൂളുകളിലൊക്കെ ശരിയായ ആത്മീയത പഠിപ്പിക്കണം. ഇപ്പോൾ ഹരിയാന സർക്കാർ അത് തുടങ്ങി വെച്ചു. ഈ ഗീതയൊക്കെ പഠിച്ചാലുണ്ടല്ലോ കുട്ടികൾക്ക് മനസ്സിലാവും എന്തൊരു വിശാലതയുള്ള ഒരു സംസ്കാരമാണ് ഹിന്ദുവിൻ്റേത്. അപരേ നിയതാഹാരം. നേരത്തെ പറഞ്ഞ ഓരോ ശ്ലോകങ്ങൾക്കും അപാനേ ജുഹതി പാനം പ്രാണം പ്രാണാപാനേ തഥാ അപരേ. ഒരു കൂട്ടർ അപരേ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ ഇങ്ങനെ ചെയ്യുന്നു, വേറൊരു കൂട്ടർ പ്രാണായാമപരായണ, വേറൊരു കൂട്ടർ ഇങ്ങനെ ചെയ്യുന്നു, വേറൊരു കൂട്ടർ അപരേ നിയതാഹാര. അപ്പോൾ പലർക്കും പല സാധനകൾ ചെയ്യാൻ ഫ്രീഡമുള്ള ഒരു സംസ്കാരമായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നതെന്ന് കാണുമ്പോൾ തന്നെ ഭാരതത്തിൻ്റെ വിശാലതയെ, ഭാരതത്തിൻ്റെ ആ ഒരു ഉൾക്കൊള്ളാനുള്ള, എല്ലാറ്റിനെയും അംഗീകരിക്കാനുള്ള, ബഹുമാനിക്കാനുള്ള ആ ഒരു ഹൃദയവിശാലതയെ ലോകം ആദരിക്കും. അങ്ങനെ നമ്മുടെ കുട്ടികൾ വളർന്നു വരട്ടെ. അതാണ് ഇന്ന് അമേരിക്കയിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ധാരാളം സായിപ്പന്മാർ നമ്മുടെ യോഗയും ഗീതയൊക്കെ പഠിക്കാൻ വരുന്നത്. നിങ്ങൾ നോക്കൂ, വളരെ അത്ഭുതം തോന്നി. ഇപ്പോൾ കാണുന്നൊരു കാഴ്ച എന്താ വെച്ചാൽ, ഏപ്രിൽ മാസങ്ങളിൽ ഇപ്പോൾ റഷ്യയിൽ അപ്പം അവിടെ കൃഷ്ണൻ്റെ വലിയ സമ്മേളനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അവർ ഇസ്കോൺ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെയൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ, അറിയാലോ. അവരുടെ നേതൃത്വത്തിൽ ധാരാളം ഋഷിക്കാരാണ് ഇന്ന് ആ ഫെസ്റ്റിവലിന് വേണ്ടി റോട്ടിലിറങ്ങി നാമം ജപിച്ചുകൊണ്ട് ഹരേ രാമ രാമ രാമ. അത്ഭുതം തോന്നും. ഋഷിക്കാർ. അതുപോലെ ഓഫ് കോഴ്സ് അമേരിക്കയിൽ ധാരാളം ഇന്ന് സായിപ്പന്മാർ, അമേരിക്കൻസ് ഈ ഒരു പാതയിലാണ്. നിങ്ങൾ വൃന്ദാവനത്തിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും, എത്ര ആളുകളാണ്. എന്തിനു പറയണു, അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളത് അറേബ്യൻ രാജ്യങ്ങളിലെ പല അറബി രാജാക്കന്മാർ പോലും ഗണപതി ഹോമം തുടങ്ങിയിട്ടുള്ള ഗണപതിയുടെ വിഗ്രഹങ്ങളൊക്കെ വീടുകളിൽ കൊണ്ടുവയ്ക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അവരും ആ ഗണോത്സവത്തിൻ്റെയൊക്കെ മഹത്വം മനസ്സിലാക്കി നമുക്കും വിഘ്നങ്ങളെ ഹരിക്കാൻ ഒരു പ്രതീകം വേണം. കാരണം മനസ്സിനൊരു ആലംബനം വേണം, മനസ്സിനൊരു ആശ്രയം വേണം. അപ്പോഴാണ് പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള കരുത്തുണ്ടാവുക. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ഒരു അത്ഭുതമുണ്ടാക്കുന്നു. മാറ്റങ്ങൾ അങ്ങനെ വരികയാണ് സമൂഹത്തിൽ. തീർച്ചയായിട്ടും നമ്മുടെ ഹിന്ദു സമൂഹം ഇതൊക്കെ ഒന്ന് പഠിച്ച് ലോകത്തിനെ പരിശീലിപ്പിച്ചാൽ, കാരണം നമ്മൾ ഹിന്ദു സമൂഹത്തിന് നല്ലൊരു ശതമാനം ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്ന ആ ഒരു ഭക്തി അതൊരു അന്ധഭക്തിയാണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കുറേ കഴിഞ്ഞാൽ. എന്നാൽ ആ ഭക്തി ശരിയായ വിധത്തിൽ ആക്കിയാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് അന്ധഭക്തിയാണ്. എന്താണ് ശരിയായ വിധത്തിൽ ആക്കേണ്ടത്? അതിനാണ് നിങ്ങൾ ഗീത പഠിച്ച് അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ ഗീത പഠിക്കുന്നുകൊണ്ട് അമ്പലത്തിൽ പോകും, അമ്പലത്തിൽ പോയിക്കൊണ്ട് ഗീത പഠിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്, അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ആ വിഗ്രഹത്തെ മാത്രം ദൈവമായി കണ്ട് നിങ്ങൾ അന്ധമായ ഭക്തി ഡെവലപ്പ് ചെയ്യും. ദൈവമെല്ലാം എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എനിക്ക് എല്ലാ സുഖവും സൗഖ്യവും തരും, ഞാൻ ദൈവത്തിന് വേണ്ടി വഴിപാടുകൾ ചെയ്യുന്നു എന്നുള്ള ഒരു അന്ധതയിൽ നിങ്ങൾ ജീവിക്കും.
എന്നാൽ നിങ്ങൾ ആ ക്ഷേത്രത്തിൽ പോകുന്നത് മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കും മനസ്സിൻ്റെ വിശാലതയ്ക്കും മനസ്സിൻ്റെ വികാസത്തിനുമാണ്. അതിന് ഞാൻ ആ വിഗ്രഹത്തെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നാമജപാദികളിൽ മുഴുകുമ്പോഴാണ് എൻ്റെ മനസ്സ് വികസിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി നോക്കൂ, അതേ ക്ഷേത്രം നമ്മളെ വികസിപ്പിക്കും. അപ്പം ഇതെല്ലാം മനസ്സിലാക്കി സമൂഹത്തിന് വേണ്ട വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ വരുന്ന തലമുറയ്ക്ക് ഇതിൻ്റെ മഹത്വം ശരിക്കും മനസ്സിലാവും. എന്താണ് ഹിന്ദുമതം, എന്തിനാണ് ഇത്ര വിഗ്രഹങ്ങൾ, എന്താണ് ഈ ക്ഷേത്രങ്ങളുടെ ഉദ്ദേശ്യം, എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്, എന്താണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ സംശയമില്ലാതെ വ്യക്തതയോടുകൂടി നമ്മുടെ സമൂഹത്തിന് ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ പറയുന്നു, അപരേ നിയതാഹാര, ഒരു കൂട്ടർ ആഹാരത്തെ നിയതം ചെയ്യുന്നു. നിയതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരത്തെ നിയന്ത്രിക്കുക എന്നതിനേക്കാൾ ഉപരി ആഹാരത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവർ കുറേ സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണം വയ്ക്കണം. അല്ല ആഹാരത്തെ നിയന്ത്രിക്കുന്ന ഡയറ്റിംഗ് അല്ല. ഈ ഡയറ്റിംഗ് എന്ന് പറയുന്നത് തൻ്റെ ഹെൽത്ത് ഓവർ ഫാറ്റ് ആവുന്നു, അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ട്, അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക് ആളുകൾ വെയിറ്റ് കുറയ്ക്കാനും മറ്റുമൊക്കെ ആയിട്ട് ചില നിയന്ത്രണങ്ങൾ ആഹാരത്തിൽ വരുത്തുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങൾക്കോ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു സാധകൻ ആഹാരത്തെ നിയന്ത്രിക്കുന്നത് തൻ്റെ മനസ്സിന് ഏത് ആഹാരം കഴിച്ചാലാണ് കംഫർട്ടബിൾ എന്നുള്ള ചിന്തയാണ്. മനസ്സ് എല്ലാ ആഹാരവും കഴിച്ചാൽ കംഫർട്ടബിൾ ആവും എന്ന് വിചാരിക്കരുത്. അമിതമായ ഊർജമുണ്ടാകുന്ന ആഹാരം, ഈ മാംസാഹാരമൊക്കെ കഴിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ള, കണ്ടമാനം നിങ്ങൾ ചിക്കനും നോണൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസ് ലോട്ട് ഓഫ് എനർജി. നമ്മുടെ ശരീരത്തിൽ കണ്ടമാനം എനർജി ഡെവലപ്പ് ചെയ്യും. പണ്ട് കാലത്ത് ആളുകൾക്ക് ഒരുപാട് നടക്കേണ്ടതുണ്ടായിരുന്നു, കാരണം റോഡ് സൗകര്യമോ ഇന്നത്തെ വാഹന സൗകര്യമില്ല. അതുപോലെ അവർക്ക് അധ്വാനമുണ്ടായിരുന്നു, കാരണം പലതും പുറത്തുനിന്ന് കിട്ടാൻ മാസങ്ങളെടുക്കുമായിരുന്നു. ഇന്നത്തെ പോലെ തമിഴ്നാട്ടിലെ പച്ചക്കറി ഇന്ന് അവിടെ കൊയ്തെടുത്താൽ അല്ലെങ്കിൽ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അവർ വയലിൽ നിന്ന് കളക്ട് ചെയ്താൽ നാളെ ഇവിടെ എത്തുന്ന ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൃഷി ചെയ്യണം അവർ. ഒരുവിധം എല്ലാവർക്കും നെൽകൃഷിയോ അല്ലെങ്കിൽ മറ്റ് ജോലികളോ എന്തെങ്കിലുമൊക്കെ അധ്വാനമുള്ളവരായിരുന്നു. അപ്പോൾ അവരുടെ ഊർജം ഡെസിപ്പേറ്റ് ചെയ്യാൻ, അതിനെ ചാനലൈസ് ചെയ്യാൻ വഴികളുണ്ടായിരുന്നു. ഇന്നിപ്പം നമുക്ക് അത്ര കായികമായ അധ്വാനം ഇല്ല. ഒന്ന് നടത്തം കുറവ്, രണ്ട് കൃഷികാര്യങ്ങളില്ല. അപ്പോൾ അങ്ങനെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്താൽ ഊർജം കുറേ അങ്ങോട്ട് വന്നാൽ അത് മാനസികമായ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. ഒരു വയലിൽ നിങ്ങൾ വെള്ളം കെട്ടി നിർത്തി, നിങ്ങൾ ആ വെള്ളത്തെ പുറത്തു വിടാൻ വഴി കൊടുത്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൂടെ വരമ്പ് പൊട്ടിച്ചവൻ പോകും. ഒരുപക്ഷെ എല്ലാവർക്കും ഞാൻ പറയുന്ന ഉദാഹരണം മനസ്സിലാവില്ല, കാരണം ഇന്നിപ്പോൾ വയലും അതൊക്കെ മനുഷ്യൻ്റെ ചിത്രങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ടാങ്കുണ്ടല്ലോ വീടുകളിൽ, അല്ലെങ്കിൽ പാത്രമടുപ്പത്ത് വെച്ചിട്ട് നിങ്ങൾ ഭക്ഷണം വയ്ക്കുമല്ലോ, അതിലങ്ങോട്ട് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ ബാത്ടബിലോ അല്ലെങ്കിൽ ബക്കറ്റിലോ വെള്ളം നിറച്ച് അതെങ്ങനെ അമിതമായി നിറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഒഴുകില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതിന് വെള്ളത്തിൻ്റെ സ്വഭാവമാണത്. അപ്പോൾ ആ ബക്കറ്റിലെ കണ്ടെയ്നറിൽ കൊള്ളുന്നതിലധികം വെള്ളം വന്നാൽ ഓവർഫ്ലോ ചെയ്ത്, ഞാൻ പാടത്തിൻ്റെ ശേഖരത്തിൽ പറയാൻ കാരണം വെച്ചാൽ ചിലപ്പോൾ അത് ബണ്ടുകളെ പൊട്ടിക്കും, അതായത് വരമ്പുകളെ പൊട്ടിക്കും. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന അമിതമായ ഊർജം നേരെ അടിക്കുന്നത് നമ്മുടെ പ്രാണനിലും, അതായത് നെർവസ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ മൈൻഡിലായിരിക്കും. ഇതാണ് പലരിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അവരറിയുന്നില്ല. അതുകൊണ്ട് നാം ജീവിക്കുന്ന ജീവിതം നോക്കിക്കൊണ്ട് വേണം ആഹാരം കഴിക്കാൻ. ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്നുകൂടിയും ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതുണ്ട്, വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതെല്ലാം നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം. വേദവ്യാസ കവിത